ഹായ് ഓൾ. ഇപ്പോൾ കേരള PSCയുടെ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പം നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് പ്രീവിയസ് ഇയർ ലീഗൽ മെട്രോളജിയുടെ എക്സാം നടന്നപ്പോൾ ഉള്ള കോമ്പറ്റീഷൻ ലെവലും ഇപ്പോൾ എത്രത്തോളം പേര് അപ്ലൈ ചെയ്തു എന്നുള്ളത് നോക്കി നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ കൂടിയോ കുറഞ്ഞോ എന്നുള്ളൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോസ്റ്റ് എന്നുള്ളതാണ് നിങ്ങളെ മനസ്സിലാക്കി തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രീവിയസ് ഇയറിൽ, അതായത് ഓൾഡ് നോട്ടിഫിക്കേഷനിൽ 485/2022 ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ 74,364 പേരായിരുന്നു ഈ എക്സാമിനായിട്ട് അപ്ലൈ ചെയ്തവർ. അത് കഴിഞ്ഞ് അതിന് എക്സാം എഴുതിയവരെന്ന് പറയുന്നത് 35,575 പേരുമാണ്. അതായത് അഡ്മിറ്റ് ചെയ്തവർ 35,575 പേരുമാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ, അതായത് 613/2025 എന്ന നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം 75,093 അതായത് ഓൾഡ് നോട്ടിഫിക്കേഷനേക്കാൾ ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഇവിടെ ആപ്ലിക്കൻസിന്റെ എണ്ണത്തിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. പിന്നീടുള്ളൊരു കാര്യം, കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രമേ, കൺഫർമേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എത്രത്തോളം പേര് അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്നാലും ആപ്ലിക്കൻസിന്റെ എണ്ണത്തിൽ ഇവിടെ ഒരു വർധനവ് വന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പോസ്റ്റാണ് ലീഗൽ മെട്രോളജി. അതായത് BSc അതേപോലെ BTechകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത്രയധികം ആപ്ലിക്കൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, നിങ്ങളുടെ കോമ്പറ്റീഷൻ മനസ്സിലാക്കി വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇതൊരു ടെക്നിക്കൽ ബേസിൽ വരുന്ന ഒരു എക്സാം ആണെന്ന് കരുതി ഇതിന് ഇത്രയും കോമ്പറ്റീഷൻ വരില്ല എന്ന് കരുതി നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ഉഴപ്പരുത്. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം തന്നെയാണ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോടെ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ സിലബസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബേസ് മുതൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ നല്ല ടൈമുണ്ട്. കാരണം ഓഗസ്റ്റ് ഒക്ടോബർ സ്ലോട്ടിലാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പം ഓഗസ്റ്റിൽ എക്സാം ഉണ്ടാവും എന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ കൺഫർമേഷൻ വരുന്ന ടൈമിലേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ റിവിഷൻ ചെയ്യാനുള്ള രീതിയിലേക്കൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ല പ്രയോജനം ചെയ്യും. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ തന്നെ അത് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാനുള്ള സമയങ്ങൾ കിട്ടും. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ചിട്ട് തന്നെ നമ്മുടെ ഒരു ബാച്ചസ് നമുക്ക് റണ്ണിങ് ആണ്. നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലൂടെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ്, അതേപോലെ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസും ഒരു മെന്റർ സപ്പോർട്ടും അതേപോലെ നിരവധി മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഏറ്റവും കൂടുതൽ നമ്മളൊരു എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിലൂടെ നിങ്ങൾക്കത് ഉറപ്പാവുന്നതായിരിക്കും. കാരണം നമ്മൾ മാക്സിമം വീക്കിലി ടെസ്റ്റ്, അതേപോലെ മൊഡ്യൂൾ ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ നമ്മുടെ ബാച്ചിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.